അപ്പോഴത്തെ നമ്മൾ മറ്റൊരു കമാനത്തിലേക്ക് എത്തിയിട്ടുണ്ട്. നമ്മൾ കടന്നു വന്ന വഴികൾ ഇതാണ്. ഈ നടകൾ കയറിയാണ് താഴെ നിന്ന് മുകളിലേക്ക് വന്നത്. ആനകളെ കുത്തി വെച്ചിരിക്കുന്നതാണ്. കയറാനുള്ള ബുദ്ധിമുട്ടിലാണ്. ഇങ്ങനെ ആ 3 കല്ലുകൾ കണ്ട ആ 3 കരിങ്കൽമലകളുടെ മുകളിലേക്ക് നമ്മൾ എത്തിയിരിക്കുകയാണ്. ഇവിടെ ഇച്ചിരി ഉയരം കൂടുതലാണ് നടക്കി. അതുകൊണ്ട് തന്നെ വളരെ കഷ്ടപ്പെട്ടാണ് കയറാൻ. അങ്ങനെ ആ മലയുടെ ഏറ്റവും മുകളിലേക്ക് നമ്മൾ എത്തിയിരിക്കുകയാണ്. ഇനി കുറച്ച് സമയം വിശ്രമിച്ചിട്ട് യാത്ര തിരിക്കാം. ഇതിൻ്റെ മുകളിലെത്തിയപ്പോഴുള്ള കാഴ്ച അതിശയിപ്പിക്കുന്നതാണ്. വന്ന വഴികളും ആശ്രമവും ഒക്കെ നമ്മൾ കണ്ടിരുന്നു. നമ്മൾ ഇടയ്ക്ക് ഒന്ന് പോയ സ്ഥലമാണ് ആ നീല ഷെഡ് കാണുന്ന സ്ഥലം. ആ ഭാഗത്തേക്കാണ് ഞാൻ നടന്നു പോയത്. അതോടൊപ്പം തന്നെ നമുക്ക് താഴെ ആളുകൾ കയറി വരുന്നത് കാണാൻ പറ്റും. ഈ ഭാഗത്തുനിന്ന് ആളുകൾ കയറി വരുന്നത് നമുക്ക് കാണാൻ പറ്റും. ആ ഒരു ഷെഡിൻ്റെ അവിടെ നിന്നാണ് ആളുകൾ കയറി വരുന്നത്. നമ്മൾ അവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്തത്. അപ്പോൾ മുകളിൽ കയറി വന്നപ്പോൾ കാണുന്ന ആ മനോഹര കാഴ്ച, ആ കാണുന്നതൊക്കെ കൃഷിസ്ഥലങ്ങളാണ് കേട്ടോ. അതിപ്പോൾ കൃഷിയില്ലാതെ കിടക്കുന്നതാണ്. മുകളിലൊക്കെ കന്നുകാലികൾ മേഞ്ഞ് നടക്കുന്നത് നമുക്ക് ഇവിടുന്ന് കാണാൻ പറ്റും. പിന്നെ ധാരാളം റിസോർട്ടുകൾ, അതോടൊപ്പം തന്നെ ആ ഒരു ടാങ്ക്, അങ്ങോട്ടൊക്കെ നമ്മൾ ഇതിന് ശേഷം പോകുന്നതാണ്. സൈക്കിളിൽ നമുക്ക് കറങ്ങി ഇങ്ങോട്ട് വരാൻ പറ്റും. സൈക്കിൾ ഏകദേശം ആ ഭാഗത്താണ് ഇരിക്കുന്നത്. ആ മലയുടെ അങ്ങേ ചെരുവിലാണ് ഇരിക്കുന്നത്. അപ്പോൾ നമ്മൾ ആ 3 കല്ലുകൾ കണ്ട, 3 പാറകൾ കണ്ട ആ ഒരു ഏരിയയിലേക്ക് എത്തിയിരിക്കുകയാണ്. അപ്പോഴത്തേക്ക് നമ്മൾ മലയുടെ ഏറ്റവും മുകൾ ഭാഗത്തേക്കാണ് പോകുന്നത്. അപ്പൊ ട്രക്ക് ചെയ്ത് മുകളിലെത്തിയ ഒരു ആശ്വാസം. സൂപ്പറാണ് കേട്ടോ. ആളുകൾ കയറി പോകുന്ന കാഴ്ചകൾ കണ്ടോ. ഇവർക്ക് പിന്നെ സൗണ്ട് തീരെ കുറവായതുകൊണ്ട് കുഴപ്പമില്ല. അവിടുന്ന് ആ മലയുടെ മുകളിലേക്ക് നമുക്ക് ട്രക്ക് ചെയ്യേണ്ടതാണ്. അപ്പോൾ നമ്മൾ പതിയെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അയ്യോ, കതച്ച് പത വന്നു. അപ്പോഴത്തെ നമുക്കിനി പോകേണ്ടത് ആ മലയുടെ മുകളിലേക്കാണ്. ആ വലിയൊരു മലയുടെ മുകളിലേക്ക് നേരെ ട്രക്ക് ചെയ്ത് വേണം കയറിപ്പോകാൻ. അപ്പോൾ അതിനു മുൻപായിട്ട് ഞാൻ താഴേക്കോട്ടേ ഒന്ന് ഇറങ്ങി വന്നതാണ്. ഇവിടെ ഒരു ചെറിയ തടാകമൊക്കെ നമുക്ക് കാണാൻ പറ്റും.
ആ സൈഡിൽ. അതോടൊപ്പം തന്നെ താഴേക്കുള്ള അടിവാരത്തെ കാഴ്ചകൾ അതിമനോഹരമാണ്. നമ്മൾ കണ്ട ആ മലയുടെ മുകൾ ഭാഗമാണ് കാണുന്നത്. ആ ഭാഗത്തേക്കൊക്കെ നമുക്ക് ട്രെക്ക് ചെയ്ത് പോകാൻ പറ്റും. ആദ്യമായിട്ട് ഞാൻ ആ ഭാഗത്തേക്കാണ് പോകാൻ ഉദ്ദേശിക്കുന്നത്. അതിനുശേഷമാണ് മറ്റ് സ്ഥലങ്ങളിലേക്ക് പോകാമെന്ന് ഉദ്ദേശിക്കുന്നത്. ഇത് കണ്ടോ, മുകളിലേക്ക് ആളുകൾ കയറിപ്പോകുന്നത് കാണാം. കുറച്ച് നേരം വിശ്രമിച്ചതിന് ശേഷം മാത്രമേ ഉള്ളൂ ഞാൻ ഇനി യാത്ര തുടരുന്നുള്ളൂ. അപ്പോഴത്തെ ട്രെക്ക് ചെയ്ത് നമ്മൾ ഏറ്റവും മുകളിലേക്ക് എത്തിയിട്ടുണ്ട്. ഏറ്റവും മുകളിലല്ല, മലയുടെ ആ ഒരു ലെവലിൽ, ആ താഴേന്ന് കാണുന്ന ആ 3 കല്ലുകൾ കാണുന്ന ആ ഭാഗത്തേക്ക് നമ്മൾ എത്തിയിട്ടുണ്ട്. അവിടുന്ന് ഈ ആ മലയിലേക്കുള്ള ഒരു ചെറിയ ട്രെക്കിംഗ് ഉണ്ട്. അതുകൂടാതെ വലിയൊരു ട്രെക്കിംഗ് എന്ന് പറയുന്നത് ആ കാണുന്ന മലയിലേക്കാണ്. അതിൻ്റെ മുകളിലൊക്കെ ആളുകൾ നിൽക്കുന്നതും നടക്കുന്നതും ഒക്കെ കാണാം. അങ്ങറ്റം വരെ നമുക്ക് പോകാൻ പറ്റും. അപ്പോൾ അങ്ങോട്ടേക്കുള്ള യാത്രയിലാണ് ഇനി. അത് കുറച്ച് നേരം വിശ്രമിച്ചതിന് ശേഷം ഇച്ചിരി വെള്ളമൊക്കെ കുടിക്കണം, കുറച്ച് ബിസ്ക്കറ്റൊക്കെ തിന്നണം. രാവിലെ വലിയ കാര്യമായിട്ടൊന്നും കഴിച്ചില്ല. അവിടെയുള്ളൊരു കടക്കാർ നമുക്ക് ഫുഡൊക്കെ തന്നുകൊണ്ട് അത് കഴിച്ചിട്ട് നമ്മളിങ്ങോട്ട് യാത്ര ചെയ്തതാണ്. അവർ ഇന്നലെ ഞാൻ ആ കടയിൽ ചെന്നതാണ്. പക്ഷേ അവർ എന്നോട് ഇന്ന് ചോദിക്കുകയാണ്, അതെന്താ നിങ്ങൾ ഇങ്ങനെ യാത്ര ചെയ്യുന്ന ആളാണെന്ന് അറിഞ്ഞിരുന്നത്, ഇന്നലെയോ പറയത്തില്ലായിരുന്നു, ഞങ്ങൾ ഇന്നലെയും പൈസ വാങ്ങിക്കില്ലായിരുന്നല്ലോ എന്ന് പറഞ്ഞ്. നമ്മളാരെയും കൂടുതൽ ബുദ്ധിമുട്ടിക്കുന്നത് ശരിയല്ല. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഇന്നാണ് സൈക്കിളുമായിട്ട് അങ്ങോട്ട് ചെന്നത്. അപ്പോൾ രാവിലത്തേക്കുള്ള ഫുഡൊക്കെ കഴിക്കാമെന്ന് വെച്ചു. വെള്ളമുണ്ട്, ബിസ്ക്കറ്റുണ്ട്, ഇനി കടലയുണ്ട്. അപ്പോൾ കടല ആദ്യം കഴിക്കാം. അപ്പോൾ നമ്മൾ കുറച്ച് സാധനങ്ങളൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട് കഴിക്കാൻ വേണ്ടി. ബിസ്ക്കറ്റും വെള്ളവും ഒക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ കഴിച്ചിട്ട് പതിയെ മുകളിലേക്ക് കയറാമെന്നാണ് വിചാരിക്കുന്നത്. എൻ്റെ തൊട്ട് പുറകിൽ കാണുന്ന ആ മലയിലേക്കാണ് നമുക്ക് പോകേണ്ടത്. അപ്പോൾ ജോപ്പൻ്റെ യാത്ര ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എൻ്റെ യാത്ര മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഒരുപാട് സമയമായി നമ്മൾ മലയുടെ മുകളിലേക്കുള്ള യാത്രയിലായിരുന്നു. വളരെ ദൂരം നമ്മൾ മുകളിലേക്ക് കയറി വന്നു. ഇപ്പോൾ ഇനി ഇവിടുന്ന് നല്ല ദൂരത്തിൽ മുകളിലേക്ക് കയറി പോകാനുണ്ട്. അതുപോലെ തന്നെ ആ മലയിലേക്ക് പോകാനുണ്ട്. അപ്പോൾ ട്രക്കിങ്ങിൻ്റെ ഒരു പൂർണ്ണമായിട്ടുള്ള ഒരു ഏരിയയിലോട്ടാണ് നമ്മൾ എത്തിയിരിക്കുന്നത്. ഒരുപാട് നടകൾ കടന്നാണ് നമ്മളിങ്ങോട്ട് കയറി വന്നത്. അപ്പോൾ ആ ഒരു സന്തോഷമുണ്ട്. അങ്ങനെ ഇപ്പോൾ നമ്മൾ ഈ മലയുടെ മുകളിൽ എത്തിയിരിക്കുകയാണ്. താഴെ ഒരു തടാകവും വലിയൊരു ക്ഷേത്രവും ഒക്കെ ഉണ്ട്. അപ്പോൾ ആദ്യമായിട്ട് നമ്മൾ നമ്മുടെ മൈക്ക് ഒന്ന് ടെസ്റ്റ് ചെയ്തതാണ്. അപ്പം നമ്മൾ കൊണ്ടുവന്നിരിക്കുന്ന ബിസ്ക്കറ്റൊക്കെ കഴിക്കാമെന്നാണ് വിചാരിക്കുന്നത്. കുറച്ച് കടലയുണ്ട് കേട്ടോ, താഴേന്ന് വാങ്ങിച്ചാണ്. ഏറ്റവും താഴേന്ന് വാങ്ങിക്കുമ്പോൾ പൈസ കുറവായിരിക്കും. മുകളിലേക്ക് ചുമടുകൂലി, അതുപോലെ തന്നെ ആൾട്ടിറ്റ്യൂഡ് കൂടുന്നതിനനുസരിച്ച് വില കൂടും എന്നുള്ള ആ ഒരു സിദ്ധാന്തം ഉണ്ടല്ലോ, അതുമുണ്ട്. അപ്പോൾ നമ്മൾ മുകളിലേക്കുള്ള യാത്ര വിശ്രമവേളയിൽ എത്തിയിരിക്കുകയാണ്. ഭക്ഷണമൊക്കെ കഴിച്ച് ഇച്ചിരി എനർജിയൊക്കെ കിട്ടിയതിന് ശേഷം നമുക്ക് മുകളിലേക്ക് പോകാമെന്നാണ് വിചാരിക്കുന്നത്. നമ്മുടെ ഒരു ചെറിയ ബാഗാണ്, വലിയ ബാഗ് ഞാൻ എടുത്തില്ല. അതുകൊണ്ട് തന്നെ എല്ലാ സാധനങ്ങളും കൊണ്ടുവരാനുള്ളൊരു ബുദ്ധിമുട്ടുണ്ട്. അത്യാവശ്യ സാധനങ്ങൾ മാത്രമേ നമ്മൾ കൊണ്ടുവന്നിട്ടുള്ളൂ. പിന്നെ മുകളിൽ വന്ന് സാധനങ്ങൾ വാങ്ങിക്കാൻ ഒരുപാട് പൈസയാവും. അതൊക്കെയാണ് നമ്മളെ ബുദ്ധിമുട്ടിക്കുന്നത്. അതുകൊണ്ട് നമ്മൾ ചെറിയ രീതിയിൽ 2 പാക്കറ്റ് ബിസ്ക്കറ്റും കാര്യങ്ങളൊക്കെ ആയിട്ടാണ് വന്നിരിക്കുന്നത്. എല്ലാവരും ആ ഭാഗത്തൂടെ പോകുമ്പോൾ ഞാൻ ഈ പുൽമേട്ടിലൂടെ നടന്ന് ഈ കുന്ന് കയറിയാണ് വന്നത്. ആ താഴെ കാണുന്ന മരമുണ്ടല്ലോ, അതിൻ്റെ ചുവട്ടിൽ നിന്നാണ് ഞാനിങ്ങോട്ട് കയറി വന്നത്. ആ ചെറിയ പാതയിലൂടെ നടന്ന് ഈ കുത്തനെയുള്ള മല കയറി ഇങ്ങോട്ട് എത്തുകയായിരുന്നു. അപ്പോൾ ഈ മുകളിൽ വരുമ്പോൾ നമുക്ക് മനോഹരമായ കാഴ്ചകളായിരിക്കും കിട്ടുക. എപ്പോഴും നമ്മൾ മലയുടെ മുകളിലെത്തുമ്പോൾ നമ്മളെ അതിശയപ്പെടുത്തുന്ന കാഴ്ചകളായിരിക്കും കിട്ടുക. അപ്പോൾ ഞാനങ്ങനെ മലയുടെ മുകളിലേക്ക് കയറി വന്നിട്ടുണ്ട്. ഇത് ഒരു
ടേബിൾ ടോപ്പ് ഏരിയ ആണ്, ഒരു മലയുടെ ഏറ്റവും മുകൾ ഭാഗമാണ്. അപ്പോൾ വന്നപ്പോൾ ഉള്ള കാഴ്ച കണ്ട, അപ്പുറത്തെ മലനിരകളും ഗ്രാമങ്ങളും ക്ഷേത്രങ്ങളും. അതെ, ഇവിടെ ഒരു ക്ഷേത്രമുണ്ട് കേട്ടോ. അത് കണ്ടോ, അവിടെ ഒരു ക്ഷേത്രമുണ്ട്. ഈ മലയുടെ ക്ലിഫിലെല്ലാം ക്ഷേത്രങ്ങളുണ്ട് കേട്ടോ. അവിടെ ഒരു ക്ഷേത്രം. ഇങ്ങോട്ടൊക്കെ ആൾക്കാർ പോകുന്നുണ്ട്. അപ്പോൾ ഇവിടെയും ഒരു ക്ഷേത്രം കാണും. കാരണം പ്രായമായവർ വരുന്നുണ്ടെങ്കിൽ അത് ക്ഷേത്രത്തിലേക്കുള്ള യാത്രയായിരിക്കും. ഉണ്ട്, ഇവിടെ ഉണ്ടൊരു ക്ഷേത്രം. ആ ക്ലിഫിൽ മറ്റൊരു ക്ഷേത്രമുണ്ട്. ആ ക്ലിഫിൽ മറ്റൊരു ക്ഷേത്രം, അതുപോലെ തന്നെ മനോഹരമായൊരു തടാകം. നോക്കിയേ, എത്ര മനോഹരമായൊരു തടാകം. അപ്പോഴത്തെ ഈ ക്ലിഫിൽ നിന്ന് നമ്മൾ പതിയെ തിരിച്ചിറങ്ങുകയാണ് ഫലഭൂയിഷ്ടമാക്കുന്നത്. അങ്ങനെ ഈ മലയിടുക്കിലെ ഒരു ഭാഗത്ത് എത്താൻ പറ്റിയിട്ടുണ്ട്. ഈ ഭാഗങ്ങളിലെല്ലാം ധാരാളം മലയിലേക്കുള്ള യാത്രയിലാണ്. അത് തന്നെയാണ് നല്ല രീതിയിലുള്ള കയറ്റമുണ്ട്. കൃഷിയെ വളരെ ബുദ്ധിമുട്ടുള്ള യാത്രയാണ്. കാരണം മുകളിലേക്കും നെൽകൃഷിയാണ് ഇപ്പോൾ ഉള്ളത്. ഇത് കഴിഞ്ഞാണ് അവർ തക്കാളി കൃഷി, അപ്പോൾ അങ്ങോട്ടേക്ക് അങ്ങനെയുള്ള കൃഷികളിലേക്ക് കയറാൻ ശ്രമിക്കുകയാണ്. ഏതായാലും അതും ഒരു ഡാം സൈറ്റ് ആണെന്ന് തോന്നുന്നു. ഈ മലയുടെ നേരെ ഈ മലയുടെ മുകളിലേക്ക് ചെറിയ ഏരിയയിലൂടെ അതൊന്ന് കണ്ടിട്ട് തിരിച്ചുള്ളൂ നടക്കാനുള്ള ഒരു കറുത്ത മലയിലേക്ക് പോകാമെന്നാണ് വിചാരിക്കുന്നത്. ഈ ഏരിയയിലൂടെ നമ്മൾ തിരിച്ചു പോവുകയാണ്. ഈ ഭൂപ്രകൃതി കാണുക എന്നുള്ളതാണ് ഏറ്റവും മനോഹരം. നോക്കിയേ, ഇത്രയും മുകളിൽ നിന്നാണ് ഞാൻ കാണുന്നത്. ഒരു ഫ്ലൈറ്റിലൊക്കെ ഇരുന്ന് നമ്മൾ താഴേക്ക് നോക്കുമ്പോഴുള്ള ഒരു സുഖം അത് പറഞ്ഞാൽ മനസ്സിലായില്ല. കാണുമ്പോഴുള്ള ഒരു സന്തോഷമുണ്ടല്ലോ, അത് വളരെ വലുതാണ്. യാത്രയുടെ ഏറ്റവും അവിസ്മരണീയമായ ചില നിമിഷങ്ങളിലൊന്നാണിത്. ഇതുപോലുള്ള ഒരുപാട് സ്ഥലങ്ങൾ ഇനിയും നമുക്ക് കാണാൻ കിടക്കുകയാണ്. അപ്പോൾ താഴത്തെ ആ തടാകവും ആ ഒരു ഡാമാണത്, ഒരു മഡ് ഡാമാണ്. അതിൻ്റെ താഴെ ഒരു സ്വിമ്മിംഗ് പൂൾ പോലെയൊക്കെയുള്ള ഒരു സെറ്റപ്പൊക്കെ ഉണ്ട്, ഒരു ഗാർഡനൊക്കെ ഉണ്ട്. അങ്ങോട്ടേക്ക് വെള്ളം ഒഴുകി പോകുന്നതാണ്. അപ്പോൾ അതോടൊപ്പം തന്നെ അവിടെ 2-3 മറ്റു കുളങ്ങളൊക്കെ നമുക്ക് കാണാൻ പറ്റും. ആ വഴിയിലൂടെയൊക്കെയാണ് ഞാൻ കയറി വന്നത്. അപ്പോൾ ശരി, ഈ മലയിൽ നിന്നും നമ്മൾ അടുത്ത മലയിലേക്കുള്ള യാത്ര ആരംഭിക്കുകയാണ്. മുകളിലേക്കുള്ള യാത്ര നമ്മൾ അലൗഡല്ല. കാരണം രാവിലെ കയറിയിരുന്നെങ്കിൽ കയറിപ്പോകാമായിരുന്നു. ഇപ്പോൾ അത് അലൗഡല്ല. നമ്മൾ അതേ സമയത്ത് നമ്മൾ ആ ഒരു മലയുടെ മുകളിലേക്കാണ് പോയത്. അവിടവും അലൗഡല്ലെന്നാണ് പറഞ്ഞത്. അപ്പോൾ ഇപ്പോൾ ഫോറസ്റ്റ് ഓഫീസേഴ്സ് കയറി വന്നായിരുന്നു. അതുകൊണ്ട് നമ്മൾ ആ മല ഉപേക്ഷിച്ച് താഴേക്ക് ഇറങ്ങുകയാണ്. മറ്റൊരു ട്രക്കിംഗ് പോയിൻ്റ് ഉണ്ട് അങ്ങേ സൈഡിൽ. പക്ഷേ അത് പോയിട്ട് വലിയ കാര്യമില്ല. കാരണം ഫ്ലാറ്റായിട്ടുള്ള മലയുടെ മുകളിലൂടെ ആ 3 പാറകളുടെ മുകളിലേക്കാണ് നമ്മൾ കയറി ചെല്ലുന്നത്. അതുകൊണ്ട് തന്നെ നമുക്കൊരു താല്പര്യമില്ലാത്ത ഒരു ഏരിയ ആണത്. അപ്പോൾ നമ്മൾ താഴോട്ട് പോവുകയാണ്. ഞാൻ ആ വഴിയാണ് കയറിപ്പോയത്. ഇപ്പോൾ ഈ വഴി ഇറങ്ങുകയാണ്. അതിലെ ട്രക്ക് ചെയ്ത് നമ്മൾ അങ്ങ് അകലെ കാണുന്ന ഒരു അമ്പലത്തിലേക്കാണ് ചെല്ലുന്നത്. അവർ ഫോറസ്റ്റ് ഓഫീസേഴ്സ് പറഞ്ഞ ആ ഒരു ഏരിയയിലൂടെ നമ്മൾ ട്രക്ക് ചെയ്താൽ അങ്ങ് അകലെ കാണുന്ന അപ്പോൾ അങ്ങോട്ടേക്ക് നമ്മൾ പോകുന്നില്ല, നമ്മൾ തിരിച്ചു പോവുകയാണ്. അത് വലിയ ഒരു ട്രക്കിംഗ് പോയിൻ്റ് ആയിട്ട് എനിക്ക് തോന്നുന്നില്ല. കാരണം ഫ്ലാറ്റായിട്ടുള്ള ഒരു കുന്നിൻ്റെ മുകളിലൂടെ നമ്മൾ നടന്നു പോകുന്നു എന്നേ ഉള്ളൂ. ട്രക്കിംഗ് എന്നൊക്കെ പറഞ്ഞാൽ ഈ മലയിൽ കയറുകയായിരുന്നു ട്രക്കിങ്. പക്ഷേ എന്ത് ചെയ്യാം, അവരനുവദിക്കുകയില്ല, അവർ പറ്റിയില്ലെന്ന് പറഞ്ഞു. അപ്പോൾ അതുകൊണ്ട് ഞാൻ പതിയെ താഴേക്ക് പോവുകയാണ്. അവരെ ധിക്കരിച്ച് പോകുന്നത് ശരിയല്ലല്ലോ. അപ്പോൾ ഈ പ്രദേശമെല്ലാം കണ്ട് തണുത്ത കാറ്റടിക്കാൻ തുടങ്ങി. അപ്പോൾ താഴേക്ക് പോവുകയാണ്. അപ്പോൾ ശരി, ജോപ്പൻ്റെ യാത്ര തുടരുകയാണ്.